അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗെയിം കളിക്കും, നമ്മുടെ മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളൊന്ന് പറ, അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം മോനെ ജിയാൻ കുട്ടന് എന്റെ ചക്കര മുത്തിന് വേണ്ടി ഈ ഗെയിം അവന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു. അടിപൊളി. സോ നമ്മുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ ഗെയിം കളിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഇത്. കണ്ടില്ലേ, 2 ബോട്ടിൽസ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മുത്തുകൾ കണ്ടില്ലേ? ഇപ്പൊ ഈ മുത്ത് ഇവിടെയാണല്ലോ. ഇനി നമ്മൾ കുറച്ചും ഈ മുത്തിന് ഇവിടെ ആക്കണം. അതായത് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഷേക്ക് ചെയ്ത് ഈ മുത്തുകൾ ഇവിടെ ആക്കണം. മനസ്സിലായോ? മൊത്തം ഇങ്ങനെ ഈ സൈഡിലുള്ള മുത്തുകളെല്ലാം ഈ സൈഡിലാക്കണം. എത്ര നേരം? 1 മിനിറ്റ്. 1 മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. അതിൽ നമ്മൾ നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ മുത്തുകൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നത്. പാട്ട് വെക്കും. ഡാൻസ് മൂവ്മെന്റ്സ് വിടരുത്. എന്തെങ്കിലും ഒരു ഡാൻസ് മൂവ്മെന്റ്സിലായിരിക്കണം ഈ സംഭവം നടക്കേണ്ടത്. ഒരു കൈ ഉപയോഗിക്കാവുള്ളൂ, ഒരു കൈ പുറകെ കിട്ടണം. എന്നിട്ട് ഡാൻസും കളിക്കണം. ഡാൻസ് കളിക്കുമ്പോൾ വേണമെങ്കിൽ എടുത്തോ, ഡാൻസ് കളിക്കുമ്പോൾ വേണമെങ്കിൽ ഈ കൈ എടുത്തോ. മങ്കട ബാജ് അങ്ങനെ. ആദ്യം ആര് കളിക്കും? സ്വാസിക്ക് തീരുമാനിക്കുന്നു. മറിയും വന്ന് വിളക്കൂതി കാക്കീക്കു. നീ കളിക്കണം. അപ്പോ നമ്മുടെ ഗെയിം കളിക്കാനായിട്ട് ജിഷൻ ഇവിടെ തയ്യാറായി നിൽക്കാണ്. റെഡി അല്ലേ? ഓക്കെ, റെഡി, മ്യൂസിക്. അല്ല, ഇതിന്റെ ഇപ്പുറത്തേക്ക് കൊടുത്തായിരുന്നോ? വേണ്ടടാ, അത് ചേടാ. എന്തായാലും 1 മിനിറ്റിനുള്ളിൽ തീർന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും ബാലൻസ് ഉണ്ട്. നമുക്ക് നോക്കാം വരദ ഇത് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതാ പിടിച്ചോ. ഐശ്വര്യമായിട്ട് നമ്മൾ ഈ കളി ജയിച്ചിരിക്കും. അപ്പൊ നമുക്ക് വരദയുടെ ഗെയിം കാണാനുള്ള സമയമാണ്. മ്യൂസിക്. പക്ഷേ കുഴപ്പമില്ല, ജിഷിനേക്കാളും വളരെ, അതായത് ആകെ 2 മുത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ. അത് ഈ ഡയസ് വന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയതുകൊണ്ടാണ് ആ മുത്ത് പോകാത്തത്. അത് വരദയുടെ കുറ്റമല്ല. അപ്പൊ നേരത്തെ എന്റെ ഉണ്ടായിരുന്നപ്പോ ഈ ഡൈസ് സ്റ്റക്ക് അല്ലായിരുന്നോ? അപ്പൊ നിന്റെ വായിലെന്നെ പഴമായിരുന്നു പറഞ്ഞിരുന്നു. ഞാനൊരു ആങ്കർ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അല്ല, അതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഇപ്പൊ വലിയ കാര്യത്തിൽ പറയുന്നത് ഇവിടെ ഡൈസ് ഉണ്ടായിരുന്നോണ്ടാണ് ആ 2 എണ്ണം പോയത്. അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചത് ആരാ? ഞാൻ അല്ല, വരദ. തോറ്റിരിക്കുന്നത് ആരാണ്? ഞാൻ. തോൽവികൾ നമ്മളെപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് തോക്കണം. എന്തോ പണി വരുന്നുണ്ട്. കാരണം എന്റെ അടിപൊളി ഒരു പണിഷ്മെന്റ് ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എനിക്ക് തോന്നുന്നു ജിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കളർഫുൾ ആവും. അത്ര ഗംഭീരം ഒരു പണിഷ്മെന്റ് ആണ്. വല്ല ബലൂൺ പൊട്ടിക്കലാണോ? അല്ലല്ല, അതല്ല, ഉള്ളിലത്തെ ആ പഴയ കഴിവ് നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, എന്താണെന്നറിയോ? അപ്പൊ എന്റെ വൃത്തികെട്ട മുഖം നിങ്ങൾ കണ്ടേ അടങ്ങുമല്ലേ? അതിനു മുമ്പ് നമുക്ക് വരദയ്ക്ക് സമ്മാനം കൊടുക്കണം.
കനലത്തര മതിലും ഇത് കുഞ്ഞിന് കൊടുക്കണം കേട്ടോ. Thank you. സ്വാസിക ആന്റി തന്നാന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. ആ.